ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അതായത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, വേഗത, സ്പീഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു കെമിക്കൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ചർച്ച നടത്തി. അതിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഫാക്ടർ പറഞ്ഞു, ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫാക്ടർ ആയിരുന്നു ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മളൊരു അറീനിയസ് ഇക്വേഷനും ആ അറീനിയസ് ഇക്വേഷൻ്റെ ലോഗരിഥമിക് ഫോമും എന്താക്കി ഡിസ്കസ് ചെയ്തു. നോക്കുക, നമ്മൾ പഠിച്ച അറീനിയസ് ഇക്വേഷൻ്റെ ലോഗരിഥമിക് ഫോം ഇങ്ങനെയാണ്: ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT. ഓർമ്മയില്ലേ? എന്തായിരുന്നു നമ്മുടെ അറീനിയസ് ഇക്വേഷൻ? കെ ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിൻ്റെ ലോഗരിതം എടുത്ത് നമ്മൾ എഴുതിയതാണ് ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT. ഇതിൽ ഇ എ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാ റിയാക്റ്റൻറ്റുകളും ആദ്യം റിയാക്റ്റ് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് എന്താവും? മാറും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നത്? മാറുന്നത്. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എല്ലാ റിയാക്റ്റൻറ്റുകളും ആദ്യം റിയാക്റ്റ് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളായിട്ട് എന്താവും? മാറും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നത്? മാറുന്നത്. ഇങ്ങനെ റിയാക്റ്റൻറ്റുകൾക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറാൻ ആവശ്യമായി വരുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. നമ്മുടെ റിയാക്റ്റൻറ്റുകൾക്ക് റിയാക്റ്റ് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളായി മാറാൻ ആവശ്യമായി വരുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആക്ടിവേഷൻ എനർജി. ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം ഇതാണ്: ഹൗ വിൽ യു ഇവാലുവേറ്റ് ആക്ടിവേഷൻ എനർജി? ആക്ടിവേഷൻ എനർജി നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? നോക്കണം പറഞ്ഞത്, എങ്ങനെയൊക്കെ നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബേസിക്കലി ദ ആക്ടിവേഷൻ എനർജി വി ക്യാൻ ബി ക്ലാസിഫൈഡ് ഓർ ഇവാലുവേറ്റിംഗ് ഇൻ 2 ways. 2 വഴികളിലൂടെയാണ് നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താവുക? സാധിക്കുക കേട്ടോ. 2 വഴികളിലൂടെ നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്. ദിസ് ഈസ് അവർ ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് ഒന്നാമതായി ആക്ടിവേഷൻ എനർജി നമ്മൾ എന്താക്കുന്നത്? കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആവുണ്ട് പറയുന്നത്? നമുക്ക് ഓരോ കെമിക്കൽ റിയാക്ഷൻ്റെയും ആക്ടിവേഷൻ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്. ദിസ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്: വി ക്യാൻ ബി പ്ലോട്ട് എ ഗ്രാഫ് ഓഫ് 1/t വേഴ്സസ് ലോഗ് കെ. 1/tയും ടെമ്പറേച്ചർ ആണ് T കേട്ടോ. 1/tയും 1/tയും ലോഗ് കെയും തമ്മിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ 1/tയും
ലോഗ് കെയും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. മക്കൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്താവുക കിട്ടുക. നോക്കണേ പറഞ്ഞത് 1/tയും ലോഗ് കെയും തമ്മിൽ മക്കൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കെമിക്കൽ റിയാക്ഷൻ്റെയും ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്താവുക കിട്ടുക. മക്കള് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താക്കണം കണ്ടുപിടിക്കണം. റെഡി? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടെ? മാത്സിൽ നമ്മൾ പഠിക്കണതാണല്ലോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx. dy/dx. ഇതും തമ്മിലുള്ള അകലമാണ് dy. ഇതും തമ്മിലുള്ള അകലമാണ് dx. dy/dx ചെയ്താൽ എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. പഠിച്ചിട്ടില്ലേ ഇത്? റൈറ്റ്. അവിടെ നമുക്ക് ഗ്രാഫിനകത്ത് നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്ലോപ്പ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു -EA/2.303 r. സ്ലോപ്പ് എന്ന് പറയുന്നത് -EA/2.303 r എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ EA ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ -2.303 r ഇൻറ്റു സ്ലോപ്പ് എന്നെന്താവും വരും. EA ഈക്വൽ ടു -2.303 r ഇൻറ്റു സ്ലോപ്പ് എന്നെന്താവും വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വഴിയിലൂടെ ആക്ടിവേഷൻ എനർജി എന്താക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് നമ്മൾ ഒന്നാമതായി ആക്ടിവേഷൻ എനർജി എന്താക്കുന്നത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്തൊക്കെ തമ്മിലാ ഗ്രാഫ് വരയ്ക്കണത് മക്കളെ? 1/tയും ലോഗ് കെയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് വരച്ചാൽ മക്കൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഞാൻ അതിൻ്റെ സ്ലോപ്പ് കേട്ടോ, ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നുള്ളൂ. സ്ലോപ്പ് എന്താക്കുന്നു കണ്ടുപിടിക്കുന്നു. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? -EA/2.303 r എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ EA എന്ന് പറഞ്ഞാൽ -2.303 r ഇൻറ്റു സ്ലോപ്പ് എന്നാണ് എന്താവുക വരിക. ക്ലിയർ ആയോ കാര്യം? ഗ്രാഫിക്കൽ മെത്തേഡ് മക്കൾക്ക് മനസ്സിലായോ? റെഡി അല്ലേ? ഇങ്ങനെയാണ് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ മെത്തേഡ്. ഇനി നമ്മൾ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെയാണ്. വി ക്യാൻ ബി റൈറ്റിംഗ് അവർ അറീനിയസ് ഇക്വേഷൻ ഇൻ 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുകളിലായിട്ട് നമ്മൾ നമ്മുടെ അറീനിയസ് ഇക്വേഷൻ എന്താക്കും? എഴുതും. നോക്കണേ പറയണത് ഇപ്പോൾ ഒരു 300 കെൽവിൻ 310 കെൽവിൻ 2 ടെമ്പറേച്ചർ അല്ലേ? അതുപോലെ 2 ടെമ്പറേച്ചറുകളിലായിട്ട് നമ്മൾ നമ്മുടെ അറീനിയസ് ഇക്വേഷൻ എന്താക്കും? എഴുതാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. നോക്കാം നമുക്ക്. ഞാൻ ഒന്നാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷനാണ് എഴുതാൻ വേണ്ടിയിട്ട് പോണത്. ലോഗ് K1 ഈക്വൽ ടു ലോഗ് A മൈനസ് EA/2.303 RT1. ഒന്നാമത്തെ ടെമ്പറേച്ചറിൻ്റെ അറീനിയസ് ഇക്വേഷൻ ആണ് ഇത്. ലോഗ് K1 ഈക്വൽ ടു ലോഗ് A മൈനസ് EA/2.303 RT1. ഇവിടെ കെക്ക് K1 എന്ന് കൊടുത്തു, ടിക്ക് T1 എന്ന് കൊടുത്തു. സ്വാഭാവികമായും മക്കൾ എന്നോട് ചോദിക്കും, സാർ എന്തുകൊണ്ട് എക്ക് സാറ് A1 എന്ന് കൊടുത്തില്ല? എ എന്ന് പറയുന്നത് അറീനിയസ് കോൺസ്റ്റൻ്റ് അല്ലേ? അറീനിയസ് പാരാമീറ്റർ അല്ലേ? അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കണ്ട? 1 എന്ന് എന്താക്കണ്ട? കൊടുക്കണ്ട. ഇനി നമ്മൾ രണ്ടാമത്തെ ടെമ്പറേച്ചറിലെ കേട്ടോ, രണ്ടാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ ആണ് എഴുതാൻ വേണ്ടിയിട്ട് എന്താക്കണത് പോണത്. ഒന്നാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ രണ്ടാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ ആണ് എഴുതാൻ വേണ്ടിയിട്ട് പോണത്. ലോഗ് K2 ഈക്വൽ ടു
log a minus EA by 2.303 RT2. ഇതാണ് രണ്ടാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ. ഒന്നാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ ഇതാണ്. log K1 ഈക്വൽ ടു log A മൈനസ് EA by 2.303 RT1. രണ്ടാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് log K2 ഈക്വൽ ടു log A മൈനസ് EA by 2.303 RT2. രണ്ട് ടെമ്പറേച്ചറിലെയും അറീനിയസ് ഇക്വേഷൻ ആയില്ലേ ഇപ്പോൾ? എഗെയിൻ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം കേട്ടോ. ഇക്വേഷൻ 2വിനകത്ത് നിന്ന് ഇക്വേഷൻ 1 എന്താക്കുക? മൈനസ് ചെയ്യുക. അപ്പം എങ്ങനെ വരും? ഇത് മൈനസ് ഇത് അല്ലേ മക്കളെ? ഞാൻ എഴുതുന്നത് നോക്കണേ. log K2 മൈനസ് log K1 ഈക്വൽ ടു log K2 മൈനസ് log K1 ഈക്വൽ ടു log A മൈനസ് log A 0. പിന്നെ ഇവിടെ രണ്ടിലും കോമൺ ആയി നമ്മൾ കാണുന്നത് മൈനസ് EA by 2.303 R ആണ്. അത് ഇൻറ്റു ഇക്വേഷൻ 2ൽ എന്താ ഉള്ളത്? 1/T2. ഇക്വേഷൻ 1ലോ 1/T1. അപ്പോൾ 1/T2 മൈനസ് 1/T1. റെഡി? log K2 മൈനസ് log K1 ഈക്വൽ ടു മൈനസ് EA by 2.303 R ഇൻറ്റു 1/T2 മൈനസ് 1/T1. ഇതാണ് നമ്മൾ പറയുന്ന സബ്സ്ട്രാക്റ്റിംഗ് ഫോം. ഇക്വേഷൻ 2വിനകത്ത് നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്തത്. എന്തേലും ഡൗട്ട് ഉണ്ടോ? log K2 മൈനസ് log K1 ഈക്വൽ ടു log A മൈനസ് log A 0 ആണ്. ഇവിടെ കോമൺ ആയിട്ടുള്ളത് മൈനസ് EA by 2.303 R. ഇവിടെ 1/T2 മൈനസ് 1/T1. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ക്ലിയർ അല്ലേ? റെഡി? ഇനി ചെയ്യുന്നത് നോക്കുക. ഇവിടെ നോക്കൂ. log A മൈനസ് log B അല്ലേ? ആ ഒരു ഫോമിലല്ലേ ഉള്ളത്. log A മൈനസ് log B. വാട്ട് ഇസ് ദാറ്റ്? log A by B. അപ്പോൾ log K2 by K1 ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ആ മൈനസ് സൈൻ എനിക്ക് ഒഴിവാക്കണം. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണു. അപ്പം ഞാൻ എഴുതും EA by 2.303 R 1/T1 മൈനസ് 1/T2. റെഡി? ഇവിടെ log A മൈനസ് log B യെ log A by B എന്ന് എഴുതി. എനിക്ക് ഇവിടുത്തെ മൈനസ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് EA by 2.303 R ഇൻറ്റു ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു 1/T1 മൈനസ് 1/T2. ക്ലിയർ? ഇത്രയും പിടി കിട്ടിയോ കാര്യം? മനസ്സിലായോ സംഗതി? ഇനി എനിക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കൂടെ? അപ്പോൾ log K2 by K1 ഈക്വൽ ടു EA by 2.303 R 1 into T2 T2 minus T1 divided by T1 T2. Ready? log K2 by K1 equal to EA by 2.303 R T2 minus T1 divided by T1 T2. Clear? എനിക്ക് ആക്ടിവേഷൻ എനർജി EA ആണ് എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കണേ മക്കളെ. എനിക്ക് ആക്ടിവേഷൻ എനർജി ആയിട്ടുള്ള EA ആണ് എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പം EAനെ അവിടെ വെക്കുക. ബാക്കിയുള്ള മുഴുവൻ ടേമുകളെയും ഇങ്ങോട്ട് log K2 by K1 അടുത്തേക്ക് എടുത്താൽ പോരെ? പോരേടാ. EA ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം EAനെ അവിടെ വെച്ചു അല്ലേ? ബാക്കിയുള്ള മുഴുവൻ ടേമുകളെയും ഇങ്ങോട്ട് എടുക്കുക.
അപ്പോൾ 2.303 ആർ T1 T2 by T2 minus T1 log K2 by K1. ഇതിനെ മൊത്തം ഇങ്ങോട്ട് എടുത്തു, ഈ എനെ അവിടെ വെച്ചിട്ട്. അപ്പോൾ 2.303 ആർ T1 T2 by T2 minus T1 log K2 by K1. ഇതാണ് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ക്ലിയർ? റെഡി? മനസ്സിലായോ? പിടുത്തം വന്നോ? രണ്ടാമത്തത് ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായി എഴുതി വെക്കണം മക്കൾ ഈ ഒരു ഇക്വേഷൻ. കാരണം ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ് എന്നുള്ള കാര്യം മക്കൾ എന്താക്കണം? ആലോചിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലായിട്ട് നമ്മുടെ അറീനിയസ് ഇക്വേഷൻ എന്താക്കി എഴുതി. ഒന്നാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ ഇതാണ്, ലോഗ് K1 ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT1. രണ്ടാമത്തെ ടെമ്പറേച്ചറിലെ അറീനിയസ് ഇക്വേഷൻ ഇതാണ്, ലോഗ് K2 ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT2. ഇക്വേഷൻ 2വിനകത്ത് നിന്ന് ഇക്വേഷൻ 1 എന്താക്കുക? മൈനസ് ചെയ്യുക. അപ്പോൾ ലോഗ് K2 മൈനസ് ലോഗ് K1 ഈക്വൽ ടു മൈനസ് ഇ എ ബൈ 2.303 ആർ കോമൺ ആണ്, 1/T2 മൈനസ് 1/T1. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി എന്നാണ്. അപ്പോൾ ലോഗ് K2 ബൈ K1 ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ 1/T1 മൈനസ് 1/T2. മൈനസ് ഒഴിവാക്കിയതാ. ലോഗ് K2 ബൈ K1 ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ T2 മൈനസ് T1 ബൈ T1 T2. റെഡി? ഇനി എനിക്ക് ആക്ടിവേഷൻ എനർജി ഇ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ എനെ അവിടെ വെച്ച് ബാക്കിയുള്ള ടേമുകൾ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 2.303 ആർ T1 T2 ബൈ T2 മൈനസ് T1 ലോഗ് K2 ബൈ K1. ഇങ്ങനെയാണ് ആക്ടിവേഷൻ എനർജി നമ്മൾ എന്താക്കുന്നത്? കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ളത് എഴുതിയിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോ സംഗതി? എഗെയിൻ ദർ ഇസ് എ നെക്സ്റ്റ് തിങ്. അടുത്തയാളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് പറഞ്ഞു, അതോടൊപ്പം തന്നെ നമ്മൾ ടെമ്പറേച്ചർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയും, അതായത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ എന്താക്കി പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത കാര്യം ഇതാണ്. ദിസ് ഈസ് വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റിൻ്റെ ഇഫക്റ്റ് എന്താണ്? അതിനാദ്യം എന്താണ് കാറ്റലിസ്റ്റ് എന്ന് എന്താക്കണം? അറിയണം. വേണ്ടേ? മക്കൾ പറയൂ, എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? കാറ്റലിസ്റ്റസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ, വിച്ച് alter the speed of the chemical reaction. കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ, സ്പീഡിനെ മാറ്റിമറിക്കുന്നവരാരോ അവരെയാണ് നമ്മൾ എന്ത് പേര് പറയുക? കാറ്റലിസ്റ്റ്. ദേ ഡു നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദി കെമിക്കൽ റിയാക്ഷൻ. പക്ഷേ ഇവരെന്താക്കുന്നില്ല? കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നില്ല. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കാതെ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയിൽ വ്യത്യാസം വരുത്തുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കാറ്റലിസ്റ്റ്. പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കാതെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ വേഗതയിൽ, സ്പീഡിൽ വ്യത്യാസപ്പെടുത്തുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കാറ്റലിസ്റ്റ്. ബേസിക്കലി കാറ്റലിസ്റ്റുകളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പോസിറ്റീവ് കാറ്റലിസ്റ്റും മറ്റൊന്ന് നെഗറ്റീവ് കാറ്റലിസ്റ്റും. കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്ന കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നുള്ള പേരിൽ എന്താക്കുക? പറയുക.
കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കുന്ന കാറ്റലിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നവരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റുകൾ. കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കുന്നവരാണെന്ത്? നെഗറ്റീവ് കാറ്റലിസ്റ്റുകൾ. ഇങ്ങനെ 2 തരം കാറ്റലിസ്റ്റുകളാണ് നമുക്കുള്ളത്. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ്റെയും വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവരെയാണ് കാറ്റലിസ്റ്റുകൾ എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. അവരൊരിക്കലും തന്നെ ആ കെമിക്കൽ റിയാക്ഷനകത്ത് എന്താക്കുന്നില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇനി എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റുകൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, യൂസിങ് എ കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ which alter the path of a chemical reaction to lowering the activation energy and easily leads to the formation of product. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന പാത്തിൽ നിന്ന് മാറി മറ്റൊരു അൾട്ടർനേറ്റീവായ പാത്തിലൂടെ ലോവർ ആക്ടിവേഷൻ എനർജിയിലൂടെ വളരെ പെട്ടെന്ന് പ്രോഡക്റ്റുകൾ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ കാറ്റലിസ്റ്റുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഗ്രാഫിക്കലി കാണിച്ചു തരാം. അതായത് സാധാരണഗതിയിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷനും അല്ലേ, പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷനും അതുപോലെ തന്നെ എനർജിയും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം റിയാക്റ്റൻറ്റുകളെല്ലാം റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളായി മാറും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാണ് പ്രോഡക്റ്റായി മാറുക. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറാൻ ആവശ്യമായി വരുന്ന എനർജിയാണ് ആക്ടിവേഷൻ എനർജി, അല്ലേ? എന്നാൽ ഞാൻ ഈ പറയുന്ന റിയാക്ഷനകത്ത് ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു അൾട്ടർനേറ്റീവായ ലോവർ പാത്തിലൂടെ അത് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് എന്താവും, മാറും. ലോവറിങ് ദി ആക്ടിവേഷൻ എനർജി കേട്ടോ. ആക്ടിവേഷൻ എനർജി കുറച്ച് ഒരു ലോവർ പാത്തിലൂടെ അത് വളരെ പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് ആയി മാറാൻ എന്താവും, സഹായിക്കും. ഇതാണ് കാറ്റലിസ്റ്റുകൾ ചെയ്യുന്ന ശരിയായ കാര്യം ഒരു കെമിക്കൽ റിയാക്ഷനിൽ. റെഡി? ഇനി ഇൻ ദ കേസ് ഓഫ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എന്താ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റ് ആയി മാറുകയും ആ പ്രോഡക്റ്റുകൾ വീണ്ടും റിയാക്റ്റൻ്റ് ആയി മാറുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നുള്ള പേരിൽ നമ്മൾ എന്താക്കുക, പറയുക. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് എങ്കിൽ they do not affect their equilibrium but it helps to attain equilibrium faster. നമ്മൾ ഒരു റിവേഴ്സിബിൾ ആയ റിയാക്ഷനിലാണ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതൊരിക്കലും തന്നെ ഇക്വിലിബ്രിയത്തെ എന്താക്കുന്നില്ല, ഇഫക്റ്റ് ചെയ്യുന്നില്ല. യാതൊരു തരത്തിലും അത് ഇക്വിലിബ്രിയത്തെ എന്താക്കുന്നില്ല, ഇഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഹെൽപ്സ് ടു അറ്റെയിൻ ഇക്വിലിബ്രിയം ഫാസ്റ്റ്. വളരെ പെട്ടെന്ന് അത് ഇക്വിലിബ്രിയം അറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും, സഹായിക്കും. റെഡി? പറഞ്ഞ കാര്യം മനസ്സിലാക്കണേ. പിടുത്തം വന്നു അത്. അതായത് ഒരു റിവേഴ്സിബിൾ ആയ റിയാക്ഷൻ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ ഇക്വിലിബ്രിയത്തെ അതൊരിക്കലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷേ ഇക്വിലിബ്രിയം അറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്താക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അടുത്തൊരു കാര്യം ഇതാണ്, the catalysts do not alter the Gibbs free energy for a reaction. കാറ്റലിസ്റ്റുകൾ ഒരിക്കലും തന്നെ ഗിബ്സ് ഫ്രീ എനർജിയെ എന്താക്കുന്നില്ല, അൾട്ടർ ചെയ്യുന്നില്ല. ഗിബ്സ് ഫ്രീ എനർജിക്ക് യാതൊരു തരത്തിലുമുള്ള വ്യത്യാസങ്ങൾ എന്താക്കുന്നില്ല, ഉണ്ടാക്കുന്നില്ല. എന്താ ഈ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ? മറന്നോ? ഫസ്റ്റ് ഇയറിൽ തെർമോഡൈനാമിക്സിൽ പഠിച്ചതാ. എന്താണ് ഒരു ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ?
ഏതൊരു കെമിക്കൽ റിയാക്ഷനകത്തും അല്ലേ, ഏതൊരു കെമിക്കൽ റിയാക്ഷനകത്തും ഒരു യൂസ്ഫുൾ ആയ വർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയെയാണ് ഗിബ്സ് ഫ്രീ എനർജി എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ദിസ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ഫോർ യൂസ്ഫുൾ വർക്ക്. ഒരു യൂസ്ഫുൾ ആയ വർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യകരമായിട്ടുള്ള എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗിബ്സ് ഫ്രീ എനർജി. നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കാറ്റലിസ്റ്റുകൾ ഒരിക്കലും തന്നെ ഈ ഗിബ്സ് ഫ്രീ എനർജി എന്താക്കുന്നില്ല, അൾട്ടർ ചെയ്യുന്നില്ല. ഇനി മറ്റൊരു പ്രത്യേകത നമ്മൾ പറയുന്നത് ഇതാണ്, ദ കാറ്റലിസ്റ്റസ് ആർ ഓൺലി വർക്കിംഗ് ഇൻ എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ്. എല്ലാ കാറ്റലിസ്റ്റുകളും ഒരു സ്പോണ്ടേനിയസ് ആയ റിയാക്ഷനുകളിൽ മാത്രമേ എന്താക്കുകയുള്ളൂ, വർക്ക് ചെയ്യുകയുള്ളൂ. ഒരു നോൺ സ്പോണ്ടേനിയസ് ആയ കെമിക്കൽ റിയാക്ഷനിൽ ഒരിക്കലും തന്നെ കാറ്റലിസ്റ്റുകൾ എന്താക്കുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. എല്ലാ കാറ്റലിസ്റ്റുകളും ഒരു സ്പോണ്ടേനിയസ് ആയ കെമിക്കൽ റിയാക്ഷനിൽ മാത്രമേ എന്താക്കുന്നുള്ളൂ, വർക്ക് ചെയ്യുന്നുള്ളൂ. എന്താ ഈ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഇസ് ഡീൽസ് വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻറ്റുകളുടെയും സഹായമില്ലാതെ സ്വമേധയാ നടക്കുന്ന പ്രോസസ്സുകളെയാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. സ്പോണ്ടേനിയസ് പ്രോസസ് മീൻസ് ദീസ് ആർ ദ പ്രോസസ്സസ് ആർ ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെയും സഹായമില്ലാതെ സ്വമേധയാ നടക്കുന്ന പ്രോസസ്സുകളെയാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, all naturally occurring processes are become to be spontaneous. പ്രകൃതിയാൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് ആണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുനാമി ആരെങ്കിലും പറഞ്ഞിട്ട് വരുന്നതാണോ? അല്ല. ഫ്ലഡ്, വെള്ളപ്പൊക്കം ആരെങ്കിലും പറഞ്ഞിട്ട് സംഭവിക്കുന്നതാണോ? അല്ല അല്ലേ. അത്തരം സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ മാത്രമേ കാറ്റലിസ്റ്റുകൾ എന്താവുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. വാട്ട് ഡസ് മീൻ ബൈ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്? എന്താണ്? റൈറ്റ്, ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ സഹായത്താൽ നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. പിടുത്തം വന്നോ കാര്യം? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കള് കാറ്റലിസ്റ്റിന്റെ കാര്യത്തിൽ ആലോചിക്കേണ്ടത്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടാനോ വേഗത കുറയ്ക്കാനോ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് കാറ്റലിസ്റ്റുകൾ. വേഗത കൂട്ടാൻ പോസിറ്റീവ് കാറ്റലിസ്റ്റുകൾ, വേഗത കുറയ്ക്കാൻ നെഗറ്റീവ് കാറ്റലിസ്റ്റുകൾ. ഈ കാറ്റലിസ്റ്റുകളൊന്നും തന്നെ ആ കെമിക്കൽ റിയാക്ഷനിൽ എന്താക്കുന്നില്ല, പങ്കെടുക്കുന്നില്ല. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തന വേഗതയിൽ വ്യത്യാസപ്പെടുത്തുന്നവരാണ് ഇവർ. ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നോർമലി ഒരു റിയാക്ഷൻ നടക്കുന്ന പാത്തിൽ നിന്ന് മാറി അൾട്ടർനേറ്റീവ് പാത്തിലൂടെ ലോവർ ആക്ടിവേഷൻ എനർജിയിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് എന്താക്കും, ഫോം ചെയ്യിക്കും. ഇനി ഒരു റിവേഴ്സിബിൾ ആയ റിയാക്ഷനകത്ത് അവരൊരിക്കലും തന്നെ ഇക്വിലിബ്രിയത്തെ എന്താക്കുന്നില്ല, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗിബ്സ് ഫ്രീ എനർജിയെ ഒരിക്കലും തന്നെ ഈ പറയുന്ന എന്താ പറയുക കാറ്റലിസ്റ്റുകളുടെ ഇഫക്റ്റ് എന്താക്കുന്നില്ല, അൾട്ടർ ചെയ്യുന്നില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാറ്റലിസ്റ്റുകളും പ്രവർത്തിക്കുന്നത് ഏതിലാണ്? ഈ പറയുന്ന സ്പോണ്ടേനിയസ് ആയ റിയാക്ഷനുകളിൽ മാത്രമാണ് കേട്ടോ. ദെൻ ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു തിയറിയിലേക്കാണ് നമ്മൾ വരുന്നത്. There is a next one we can be discuss about collision theory. ഓരോ കെമിക്കൽ റിയാക്ഷനും എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട
മറ്റൊരു തിയറിയാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് വി ക്യാൻ ബി സേയിങ് അബൌട്ട് കൊളീഷൻ തിയറി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു ഓൾ ഓഫ് യു.